നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൈലറ്റിന്റെ അനാസ്ഥയും ഗിയർ ബോക്സിന്റെ തകരാറും വിമാനം തകർന്നു വീഴാൻ കാരണമായി. നടുക്കുന്ന കണ്ടെത്തൽ മാസങ്ങൾക്കിപ്പുറം. കഴിഞ്ഞ വർഷം നവംബറിൽ 8 വ്യോമസേന അംഗങ്ങളുടെ മരണത്തിന് കാരണമായ വിമാന അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. എന്താണ് അതിനു പിന്നിലുള്ള കാരണം എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ അഭിമാനമായിട്ടുള്ള വിമാനങ്ങളിൽ ഒന്നാണ് തകർന്നത്. പിന്നിൽ പൈലറ്റിന്റെ അനാസ്ഥയും ഗിയർ ബോക്സിന്റെ തകരാറുമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ നവംബറിൽ ജപ്പാനിൽ അമേരിക്കൻ നിർമ്മിത ഓസ്പ്രേ വിമാനം തകർന്നു വീണിരുന്നു. ഇത് തകരാനുള്ള കാരണം മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. US എയർഫോഴ്സിന്റെ അന്വേഷണ റിപ്പോർട്ട് ഈ ഇടയ്ക്കാണ് പുറത്തുവന്നത്. വിമാനത്തിന്റെയും ഹെലികോപ്റ്ററിന്റെയും സവിശേഷതകളുള്ള വിമാനമായ ഓസ്പ്രേ സൈനികരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാനായും അവശ്യ സാധനങ്ങൾ എത്തിക്കാനുമായാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. വിമാനത്തിന്റെ ഗിയർ ബോക്സ് തകരാറിലായി. വിമാനം അടിയന്തരമായി നിലത്തിറക്കണമെന്ന നിർദ്ദേശം പൈലറ്റിന് നൽകി. പക്ഷേ പൈലറ്റ് ആ നിർദ്ദേശം അവഗണിച്ചു. അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളാണിത്. വിമാനത്തിന്റെ സ്ഥിരത അടക്കം ബാധിക്കുന്ന തരത്തിലാണ് തകരാർ അവഗണിച്ച് ഓസ്പ്രേ വിമാനം പറത്തുന്നത് തുടരാൻ പൈലറ്റ് തീരുമാനിച്ചതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. ജപ്പാനിലെ യാക്കുഷിമ ദ്വീപിലെ കാഗോഷിമയിൽ നവംബർ 29-നായിരുന്നു ഓസ്പ്രേ വിമാനം തകർന്നു വീണത്. ഇതിനു പിന്നാലെ ഈ വിമാനങ്ങളുടെ ഉപയോഗം പെന്റഗൺ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് വളരെ ചെറിയ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഈ വിമാനം ഉപയോഗിച്ചിരുന്നു. അതായത് ദൂരങ്ങളിലേക്ക് അവശ്യ വസ്തുക്കൾ എത്തിക്കുക, സൈനികരെ മാറ്റുക എന്നീ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് പിന്നീട് ഓസ്പ്രേ വിമാനത്തിന്റെ ഉപയോഗം അമേരിക്ക തുടർന്നു. അമേരിക്ക മാത്രമല്ല ഈ വിമാനം ഉപയോഗിക്കുന്നത്. അമേരിക്കയ്ക്ക് പുറമെ ഈ വിമാനം ഉപയോഗിക്കുന്ന ഒരേയൊരു രാജ്യം ജപ്പാനാണ്. അപകടത്തിന് പിന്നാലെ ജപ്പാനും ഓസ്പ്രേ വിമാനത്തിന്റെ ഉപയോഗം നിർത്തിയിരുന്നു. കോക്പിറ്റിൽ നിന്ന് തകരാറ് വ്യക്തമാക്കുന്ന നിരവധി സന്ദേശം പൈലറ്റിന് കിട്ടി. പിന്നാലെ യാക്കുഷിമ വിമാനത്താവളത്തിലേക്ക് തിരികെ എത്താനും പൈലറ്റിന് നിർദ്ദേശം കൊടുത്തിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് വെറും 245 മീറ്റർ ഉയരത്തിൽ ഓസ്പ്രേ വിമാനം എത്തിയപ്പോഴാണ് മുന്നറിയിപ്പ് നൽകിയതെന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓസ്പ്രേ വിമാനം ഉൾപ്പെടുന്ന രണ്ടാമത്തെ സംഭവമായിരുന്നു നവംബറിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ സുരക്ഷ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചർച്ചകൾ വളരെയധികം ഊർജിതമാക്കി. നവംബറിലെ അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടിരുന്നു. 1992 ശേഷം വിമാന അപകടങ്ങളിൽ 60-ലേറെ വ്യോമസേനാംഗങ്ങൾ അമേരിക്കയ്ക്ക് നഷ്ടമായി. 2 പ്രൊപ്പല്ലറുകളോട് കൂടിയതാണ് ഓസ്പ്രേ വിമാനം. ബോയിങ്, ബെൽ ഹെലികോപ്റ്ററിന്റെ ടെക്സ്ട്രോൺ യൂണിറ്റ് എന്നിവ സംയുക്തമായാണ് ഓസ്പ്രേ വിമാനം നിർമ്മിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.